നമ്മളെ കേരളത്തിൽ ശബരിമല ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതുപോലെ 18-ാം പടിയും ചുറ്റമ്പലവും ഒക്കെയുള്ള ഒരു ശബരിമല ഇന്ത്യയിലും നമ്മുടെ ലോകത്തുണ്ട്. അതൊരു മുസ്ലിം രാജ്യത്താണ്. സത്യത്തിൽ സുഡാപ്പികളൊക്കെ അമ്പരന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വാവര് അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തെ അന്വേഷിച്ച് ഹിന്ദുക്കൾ ഒരു ഭാഗത്തൂടെ, സുഡാപ്പികൾ മറ്റൊരു ഭാഗത്തൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു മുസ്ലിം രാജ്യത്ത് തന്നെ ശബരിമലയുടെ മാതൃകയിൽ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ലോകത്ത് മൊത്തം എന്താണ് ഇപ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടുകൂടി മൊത്തത്തിൽ ചർച്ചയാകുന്നൊരു വിഷയമുണ്ട്. ലോകത്തെല്ലായിടത്തും ഒരു ഹൈന്ദവീയമായ ഒരു ബ്രാൻഡ് ഉടലെടുക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ അമേരിക്കയിൽ ട്രംപ് ആയിക്കോട്ടെ, ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം എല്ലാ രാജ്യങ്ങളിലും സന്ദർശനം നടത്തുകയും അവിടെയൊക്കെയുള്ള ഭരണാധികാരികൾക്ക് അദ്ദേഹം ഭഗവത്ഗീത സമ്മാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ പുച്ഛിക്കുകയും അദ്ദേഹത്തെ കളിയാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെയൊക്കെ ഗുണം പിന്നീടാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. കാരണം ഹൈന്ദവീയമായ ഒരു ധർമ്മം, ലോകത്ത് 3ാമത്തെ ശക്തമായ ഏറ്റവും വലിയ മതമാണ് ഹൈന്ദവ മതം അഥവാ ഹിന്ദു മതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു മതം, ഹിന്ദു മതം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു സനാതന ധർമ്മ സംസ്കാരമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. അത്തരത്തിൽ പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് കാണുന്നത്? ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുമ്പോൾ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, ഹൈന്ദവീയമായ പല കാര്യങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ചാര സംഘടനയുടെ ഇന്റലിജൻസ് മേധാവി തുളസി ഹെബ്ബാർഡ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചാര സംഘടനയുടെ മേധാവിയായിട്ട് ഒരു ലേഡിയാണ് വന്നത്, തുളസി. അവർ ജനിച്ചതും വളർന്നതും ഒക്കെ ഇന്ത്യയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവർ അവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അവരുടെ അമ്മ ഹൈന്ദവ സനാതന വിശ്വാസത്തിലേക്ക് വരികയും മകളും 4 മക്കളും ആ രീതിയിലേക്ക് വരികയും ഇപ്പോൾ അവരാണ് ആ രീതിയിലിരിക്കുന്നത്. അതുപോലെ തന്നെ JD വാൻസിൻ്റെ കാര്യം നമുക്കറിയാം, അവരും ഹൈന്ദവീയമായ കാര്യത്തിലേക്ക് പോകുന്നു. ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ആരാണ്? നമ്മുടെ ഋഷി സുനക്, നാരായണസ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം, ഇൻഫോസിസിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും പുതിയ രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അമ്പലങ്ങളൊക്കെ അനുവദിക്കുമ്പോഴാണ് ഒരു മുസ്ലിം രാജ്യം എന്ന് ചിന്തിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ചിന്തിക്കുക അറബ് രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ. അതെ, ആ രീതി അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുപോലത്തെ ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ സ്വന്തം മലേഷ്യ. ആ മലേഷ്യയിലാണ് ഇപ്പോൾ ശബരിമല തന്നെ നേരിട്ട് അവിടെ ഒരു മാതൃകയിൽ അമ്പലം നിർമ്മിക്കുന്നത്. കാരണം അവിടെ ഇത് വരുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു 5ഓളം അയ്യപ്പ ഭക്തന്മാർ ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുകയാണ്. അയ്യപ്പ ഭക്ത സംഘം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ വേറെ 5 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ പ്രവർത്തനം അവർ മലേഷ്യയിൽ വ്യാപിപ്പിക്കുകയും പിന്നീട് 1000ഓളം വരുന്ന അയ്യപ്പ ഭക്തർ അതിൽ അംഗമാവുകയും ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയാണ് അവർക്കൊരു ആഗ്രഹം വരുന്നത്, ഒരു അയ്യപ്പ ക്ഷേത്രം എവിടെ നിർമ്മിക്കണം, ഈ മലേഷ്യയിൽ നിർമ്മിക്കണം എന്നുള്ളത്. കൃത്യമായി പറയുകയാണെങ്കിൽ മലേഷ്യൻ നഗരമായ ജഹോർ ബഹ്റൂവിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ശബരിമലയിലെ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചത്. ക്ഷേത്ര പരിസരത്തിലേക്കുള്ള 18-ാം പടിയും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ചതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മാന്നാറിലുള്ള പ്രശസ്ത ശില്പി ആണ് ഈ അയ്യപ്പൻ്റെ പഞ്ചലോക വിഗ്രഹം വാർത്തെടുത്തിട്ടുള്ളത്. അതായത് 1 കിലോ സ്വർണ്ണത്തിലാണ് ഈ വിഗ്രഹം തയ്യാറാക്കിയത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അയ്യപ്പൻ്റെ പഞ്ചലോക വിഗ്രഹം സ്വർണ്ണത്തിൽ തന്നെ തയ്യാറാക്കി മനോഹരമായ വിഗ്രഹമാണ് അവിടെ വെക്കുന്നത്. കേരളത്തിൻ്റെ ഒരു കയ്യൊപ്പ്, മാന്നാർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നെയാണ് അറിയാം. അപ്പം ഏകദേശം ആ ശബരിമലയുടെ അടുത്ത പ്രദേശത്തുള്ള ഒരാളുടെ കയ്യൊപ്പ് കൂടി അതിൽ വരുന്നു എന്നുള്ളതും മനോഹരമായ കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മലേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ് എന്നുള്ള അപ്പുറത്തേക്ക് അവിടുത്തെ സർക്കാർ തന്നെ നേരിട്ട് 1 ഏക്കർ ഭൂമി ഈ ക്ഷേത്രത്തിന് വേണ്ടി അനുവദിച്ചു കൊടുത്തു. സർക്കാർ അനുവദിച്ച ഭൂമിയിലാണ് ഈ ക്ഷേത്രം പണിഞ്ഞത്. വളരെ മനോഹരമായ കാര്യമാണ്. മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല നിലപാടുമായിട്ടാണ് മലേഷ്യയിൽ ഈ സർക്കാർ പോകുന്നത്. അപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ സുഡാപ്പികൾക്ക് കരയുകയാണ്. വാവരുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവിടെ സുഡാപ്പികൾ മാത്രമല്ല, തീവ്ര ഹൈന്ദവീയമായ ആളുകൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. ശബരിമല എന്ന് പറയുന്നത് ജാതിമത ഭേദമന്യേ നിരവധി പേർ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ വെറുതെ ഒരു ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. വാവർ അയ്യപ്പൻ്റെ കൂട്ടുകാരനായിരുന്നു, വാവർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പള്ളിയിൽ എന്തിനാണ് ഭസ്മം കൊടുക്കുന്നത്, അതൊക്കെ ഈ എല്ലാ വിശ്വാസങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അയ്യപ്പൻ്റെ അവിടെ എഴുതി വെച്ചേക്കുന്നത് തന്നെ തത്വമസി എന്നാണ്. നീ ഞാനാകുന്നു, അങ്ങനെയല്ലേ? അങ്ങനെ നീ ഞാനാകുന്നു എന്നുള്ളതാണ്. നീ തേടിയതെന്തോ അത് നീയാകുന്നു. അതെ, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ
നമ്മൾ അത് തേടിയാണ് അവിടെ നമ്മളെ തന്നെ തേടിയാണ് നമ്മൾ അവിടെ എത്തുന്നത്. നമ്മൾ ആരാണ് എന്നുള്ളത് തേടിയാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഈ കല്ലും പിന്നെ കാനനവും ഒക്കെ കടന്ന് ഇതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പഠിപ്പിക്കുകയാണ്. ആ കാനന പാതയിലൂടെ നമ്മൾ നടന്ന് തലയിൽ നമ്മുടെ ജീവിത ഭാരവുമേറി നമ്മുടെ ജീവിതമാണ്. നമ്മൾ ശബരിമല നടയിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കല്ലും മുള്ളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം താണ്ടി നമ്മളായ ഒരു സ്ഥലത്തെത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ശബരിമലയെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിനെ തന്നെ ഇപ്പോൾ വേർതിരിച്ച് പലരും കാണുന്ന ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന് വിഭിന്നമായാണ് ഒരു മുസ്ലിം രാജ്യത്ത് അവിടുത്തെ സർക്കാർ തന്നെ 1 ഏക്കർ സ്ഥലം കൊടുത്തുകൊണ്ട് ഒരു അയ്യപ്പ ക്ഷേത്രം പണിയാനുള്ള സംവിധാനങ്ങൾ അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആ രാജ്യത്തെ മാതൃകയാക്കേണ്ടി വേണ്ടത്. കാരണം കേരളത്തിൽ മതേതരത്വമാണെന്ന് ഒരു സംഘം പറയുന്നു, അല്ല ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ഒരു സംഘം പറയുന്നു, മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് ഒരു സംഘം പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയെ പലതരത്തിൽ വേർതിരിക്കണമെന്ന് പറയുന്നവർക്കിടയിലാണ് ലോകത്ത് തന്നെ ഒരു മുസ്ലിം രാജ്യത്ത് ഒരു ഹിന്ദുവിൻ്റെ അമ്പലം ഉണ്ടാക്കാനുള്ള എല്ലാവിധ സഹകരണങ്ങളും അവിടുത്തെ മുസ്ലിം ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികളല്ലേ രാജ്യം ഭരിക്കുന്നത്, മുസ്ലിം ഭരണാധികാരികൾ തന്നെ നൽകുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്താണ് യഥാർത്ഥ മതേതരത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ മതങ്ങളെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ആ രാജ്യം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, ലോകവ്യാപിയാണ്. ലോകത്തെ ഒരുപാട് എനിക്ക് തോന്നുന്നു മറ്റു ദൈവങ്ങളിൽ നിന്നൊക്കെ അയ്യപ്പൻ സ്വാമിയെ വേർതിരിച്ച് നിർത്തുന്നത് അതിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന യാത്രയാണ് എന്നുള്ളതാണ്. അല്ലെ, മറ്റമ്പലങ്ങളിലൊന്നും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് ആ വ്രതം തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു 41 ദിവസത്തെ വ്രതം നമ്മുടെ മനസ്സ് ശുദ്ധി, നമ്മുടെ ശരീരശുദ്ധി, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് നമ്മൾ എവിടെ നിന്നാണോ ചെല്ലുന്നത് അവിടേക്ക് തന്നെ വീണ്ടും നമ്മൾ എത്തുന്ന ഒരു അവസ്ഥ, അതിലേക്ക് ആ ഒരു ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുള്ളത് നമ്മൾ അഭിമാനിക്കുന്നതിനിടയ്ക്കാണ് മുസ്ലിം രാജ്യത്തും അതേ മാതൃകയിൽ ഒരു അമ്പലം ഉണ്ടാകുന്നു. അവിടെ ഹിന്ദുക്കൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു മുസ്ലിം രാഷ്ട്രം, കുറേ മുസ്ലിം രാഷ്ട്രങ്ങൾ UAE-യും പിന്നെ അറബ് രാജ്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ മതക്കാരെയും അവരെ ഒരുപോലെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്തിനേറെ പറയുന്നത്, ബംഗ്ലാദേശിൽ വരെ 102 വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കലാപത്തിൽ അടിച്ചു തകർക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ബംഗ്ലാദേശ് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. എന്തായാലും നമുക്ക് വലിയ സന്തോഷം ഉളവാക്കുന്നത് ഹിന്ദു അമ്പലം വന്നു, അയ്യപ്പൻ്റെ അമ്പലം വന്നു എന്നുള്ളതല്ല. ഒരു മുസ്ലിം രാജ്യം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പാഴ്സികളെയും എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതാണ് അവരുടെ സംസ്കാരമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായും.